ദ്വിതീയ ദിവസമാകുമ്പോഴേക്കും ദ്വിതീയ ദിവസവും നമുക്ക് ഇതേ അനുഷ്ഠാനങ്ങൾ തന്നെ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ദ്വിതീയ ദിവസവും ചെയ്യുക. രണ്ടാമത്തെ ഷഡ്വരികളുടെ ലോഭം എന്നുള്ള ആ ഒരു ഭാവമാണ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ലോഭം, ലോഭചിന്ത. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പിറ്റേ ദിവസത്തെ ഇപ്പോൾ ഷഡൂർമിയുടെ ഭാവമാണ് ദാഹം ആണ്, മനുഷ്യർക്കുണ്ടാകുന്ന ദാഹം. അപ്പം അത് ശമിപ്പിക്കാൻ എന്ത് വേണം? ധാരാളം വെള്ളം കുടിക്കണം. അതാണ് അത് രണ്ടും കൂടിയാണ്. ഒരു മെഡിസിനൽ പ്രയറാണ് ശരിയായിട്ട് ഈ വ്രതാനുഷ്ഠാനത്തോടു കൂടി മനുഷ്യർക്ക് ലഭിക്കുന്നത്. നമ്മുടെ ശരീരത്തെ പ്രാപ്തമാക്കുകയാണ്. നമ്മൾ ആ ബ്രഹ്മാവസ്ഥയിലേക്ക് ഭൗതികാവസ്ഥ ലഭിച്ചതിന് ശേഷം ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതിനുള്ള ഒരു യോഗിയുടെ യാത്ര പോലെ ആയിരിക്കണം മനുഷ്യരുടെ വ്രതാനുഷ്ഠാനങ്ങൾ. കാരണം ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്വം ലഭിക്കുക എന്നുള്ളതാണ്. അത് ഷഡൂർമി ഷഡ്ഭാവ്യത്യാദി ദോഷരഹിതം കശ്ചിദാത്മാനം ജാതി ഗുണക്രിയാഹീനം, അങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞു തരിക്കുന്നത്. അപ്പം മനുഷ്യരുടെ ചിന്തയിൽ വിവിധ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല, ദ്വൈത ചിന്ത ഉണ്ടാകാൻ പാടില്ല, അതുപോലെ വർണ്ണവ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാത്തിനെയും സമമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഉള്ളൊരവസ്ഥ ഉണ്ടാവുക, അതാണ് ബ്രഹ്മാവസ്ഥ. ആ അവസ്ഥയിലേക്ക് വരണമെന്നുണ്ട് എങ്കിൽ അത് ശരീരവും മനസ്സും എന്താ ഉണ്ടാവണം? നേരെ ആവണം. അങ്ങനെ നേരെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുക. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ലോഭചിന്തകളെല്ലാം പോകണം. എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ദാഹം എന്നുള്ള വികാരങ്ങൾ ശമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അന്നത്തെ മന്ത്രം വേണമെങ്കിൽ ജപിക്കാം. ഓം സ്കന്ദായ നമ എന്നുള്ള മന്ത്രം ഒരു 84 തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് രാവിലെയും വൈകിട്ടും 2 നേരവും ഓം സ്കന്ദായ നമഃ, ഓം സ്കന്ദായ നമഃ, ഓം സ്കന്ദായ നമഃ, ഇതാണ് അന്ന് ജപിക്കേണ്ട മന്ത്രം.